പ്രൈസ് ഗാഡ്. കർത്താവിന്റെ എല്ലാ മക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവ വചനത്തിന്റെ മുമ്പിലായിരിക്കാം. ഈ ദിവസത്തിൽ നിങ്ങളുള്ള ദൈവത്തിന്റെ അരുളപ്പാടുകളെ അറിയിക്കുവാൻ ആലോചനയുണ്ട്. വളരെ പ്രാർത്ഥനയോടെ അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്ന അസാധാരണമായൊരു വാക്ക്, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ. ആ വാക്ക് ശ്രദ്ധിച്ചോ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുകയാണ്. ആ വാക്ക് ഒരിക്കൽ കൂടി പറഞ്ഞ്, എന്നോട് അരുളി ചെയ്തത് തന്നെ സംഭവിക്കുമെന്ന് ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുകയാണ്. ഈ രാവിലെ സമയം ഈ വാക്ക് പരിശുദ്ധാത്മാവ് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ശുശ്രൂഷകൾ, ഈ വചന വെളിപ്പാടിനെ സ്വീകരിക്കാൻ നിൽക്കുന്നവരോട് കൃത്യമായി പറയുന്നു, രക്ഷിക്കപ്പെട്ട നാളു മുതൽ നിന്റെ ഈ ദിവസം വരെ നിന്റെ ദൈവം നിന്നോട് അരുളി ചെയ്തത് മുഴുവനും സംഭവിക്കുമെന്ന് വിശ്വസിക്കാൻ നിനക്ക് പറ്റുന്നെങ്കിൽ, ഈ വചനത്തിന്റെ വാതിൽ തുറക്കുമ്പോൾ തന്നെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുന്നെങ്കിൽ, നിന്നോടും നിന്റെ കുടുംബത്തോടും തലമുറകളോടും ഇടപെട്ട ദൈവത്തിന്റെ അരുളപ്പാടുകൾ, ആലോചനകൾ സംഭവിക്കാൻ പോകുന്നു. അതിന്റെ പ്രത്യക്ഷമായ അടയാളങ്ങൾ നിന്റെ കൺമുമ്പിൽ നീ കാണാൻ പോകുകയാണ്. അപ്പോ ഇന്നലകളിൽ ദൈവത്തിന്റെ ആത്മാവ് ദർശനങ്ങളിലൂടെയും വെളിപ്പാടുകളിലൂടെയും ദൈവദാസന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും വിവിധ മാധ്യമങ്ങളിലൂടെ ദൈവം നിന്നോട് ഇടപെട്ടിട്ടുണ്ട്. അതങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ഇവിടെ കൃത്യമാണ് ദൈവവചനത്തിന്റെ വെളിപ്പാട്. പൗലോസിനോട് ദൈവം എന്താണോ പറഞ്ഞത് അത് സംഭവിക്കുന്നതിനേക്കാൾ മുമ്പ് സംഭവിക്കുമെന്ന് വിശ്വസിച്ചത്, ആ വിശ്വസിച്ചത് എന്താണോ അതുപോലെ സംഭവിച്ചു എങ്കിൽ, ഈ രാവിലെ സമയം നിന്നെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി, തലമുറകളെ നോക്കി, ശുശ്രൂഷകളെ നോക്കി, ആത്മീക ഭൗതിക മേഖലകളെ നോക്കിക്കൊണ്ട്, ഇന്ന് നീ ആയിരിക്കുന്ന സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് ദൈവം ഇടപെട്ട ദൂത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവൻ ആമേൻ പറഞ്ഞോ. ഇപ്പോൾ തന്നെ മനസ്സു മടുത്തിരിക്കുന്ന ചിലര്, നിരാശയോടിരിക്കുന്ന ചിലര്, ദൂത് കേട്ടിട്ടും അത് നടന്നില്ലെന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന ചിലരോട് ദൈവാത്മ പറയുന്നു, അങ്ങനെയല്ല. നീ വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ പോകുകയാണ്. കരമടിച്ചോണ്ട് നല്ലതുപോലെ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിക്കോ. ഈ മണിക്കൂറുകളിൽ ദൈവ അസാധാരണമായ ദൂതുകൾ ഇത് പറയുമ്പോ തന്നെ നിവർത്തിക്കുന്ന ഒരു കാഴ്ച. തലമുറകളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ചില ദൂതുകൾ സംഭവിക്കുക, തലമുറകളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് ചില ദൂതുകൾ നിവർത്തിക്കാൻ പോകുകയാണ്. വിദേശ യാത്രയ്ക്ക് വേണ്ടി പണം മുടക്കിയിട്ടും മുടക്കിയ പണം തിരിച്ചു കിട്ടാന് കഴിയാതെ യാത്ര മുടങ്ങിയിരിക്കുന്ന ചിലര്, പരിശുദ്ധാത്മ പറയുന്ന ഈ ദിവസം നീ വിശ്വസിക്കുന്നെങ്കിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുകയാ. ഈ വചനം വിശ്വസിച്ചോണ്ട് ആമേൻ പറഞ്ഞ് അപ്പോസ്തല പ്രവൃത്തി 27-25 പൗലോസ് വിശ്വസിച്ചതുപോലെ ഈ സമയം കരമുയർത്തി നിന്നോട് ദൈവം പറഞ്ഞ ദൂത് സംഭവിക്കാൻ പോകുകയാ. ശുശ്രൂഷകളിൽ നിന്നെ കുറിച്ച് പറഞ്ഞ് സംഭവിക്കാൻ പോകുകയാ. അവകാശങ്ങളെ കുറിച്ച്, വാഗ്ദത്തങ്ങളെ കുറിച്ച്, നന്മകളെ കുറിച്ച് ദൈവം ഇടപെട്ടത് സംഭവിക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ നീ നിന്റെ കുടുംബവും ആ ഒരു ദൈവ പ്രവർത്തിയിലേക്ക് കയറാൻ പോകുകയാ. വേദപ്രവചനഗസ്മനാദി അന്തര പൗലോസ് പറയുക, ഞാൻ വിശ്വസിക്കുന്നു, എന്നോട് അരുളി ചെയ്തത് സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പൗലോസ് ഈ വാക്ക് പറയുമ്പോൾ, ഏത് വാക്ക്? അപ്പോസ്തല 27-25 വാക്ക് പറയുമ്പോൾ ഈ ദൂത് വിശ്വസിക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല. പ്രതീക്ഷയ്ക്ക്
യാതൊരു സാധ്യതയും ഇല്ലാത്തൊരു സാഹചര്യം. അനുകൂല സാഹചര്യത്തിലല്ല പൗലോസ് ഇത് വിശ്വസിക്കുന്നത്. ഒരിക്കലും വിശ്വസിക്കാനോ അതിനെ ഏറ്റുപറയാനോ ഒരിക്കലും മനസ്സ് സമ്മതിക്കാതെ വണ്ണം പ്രതികൂലത്തിന്റെ ശക്തമായ തിരകൾ, കാറ്റുകൾ, ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്തൊരു സിറ്റുവേഷന്റെ നടുവിലും ഈ ദൈവ മനുഷ്യൻ വിശ്വസിച്ച് പറയുകയാ, എന്റെ ദൈവം എന്നോട് പറഞ്ഞതേ സംഭവിക്കത്തുള്ളൂ. ഈ രാവിലെ ഏത് പ്രതികൂല സാഹചര്യത്തിലും എന്റെ ദൈവം നിന്നോട് ഇടപെട്ടത് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കാരാഗ്രഹത്തിൽ കിടക്കുന്ന പത്രോസ് ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതകളില്ല. ഹെരോദാവ് കൊല്ലാൻ റെഡിയായി നിൽക്കുക. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു അതിനേക്കാളൊക്കെ മുമ്പ് ദൈവം പത്രോസിനോട് ഇടപെട്ട ചില ദൂതുകളുണ്ട്. ഹെരോദാവിന്റെ വാളിൽ അവസാനിക്കുമെന്നല്ല. ആമേൻ. അത് വിശ്വസിച്ചവൻ പുറത്തു വന്നെങ്കിൽ ഈ രാവിലെ സമയം ഇപ്പോൾ തന്നെ നിരാശകൾ മാറ്റിവെക്ക്. ഇപ്പോൾ വിശ്വസിക്കാൻ തുടങ്ങ്. വിശ്വസിച്ചത് ഏറ്റുപറയ്. നിന്റെ വീടിനകത്ത് ചിലരോട് നീ വായി തുറന്ന് പറ, ഈ കുടുംബം പുറത്തു വരാൻ പോകുകയാ. തലമുറകളെ നോക്കിക്കൊണ്ട് പറ, നീ എല്ലായിടത്തും ഒന്നാമതെത്താൻ പോകുകയാ. യേശുവിന്റെ നാമം ചൊല്ലി ഈ സമയം വിശ്വസിച്ച് പ്രഖ്യാപിക്കാൻ പറ്റുന്നെങ്കിൽ, സാഹചര്യങ്ങൾ പ്രതികൂലമാകട്ടെ, വിശ്വസിച്ചത് നിനക്ക് പറയാൻ പറ്റുന്നെങ്കിൽ, ഇപ്പോൾ തന്നെ ദൈവപ്രവൃത്തി നടക്കുക, ദൈവപ്രവൃത്തി നടക്കുക. തലമുറകൾ വിശ്വാസത്തിൽ വരാതെ മാറി നിൽക്കുമ്പോൾ സ്വർഗം പറയുന്നു, നീ കുടുംബമായി ദൈവത്തെ ആരാധിക്കും. ഇന്ന് പ്രതികൂല സാഹചര്യമായിരിക്കാം, പക്ഷേ നീ കരമുയർത്തി വിശ്വസിച്ചത് വായി തുറന്ന് പറയ്. സംഭവിക്കാൻ പോകുകയാ, സംഭവിക്കാൻ പോകുകയാ. അപ്പോസ്തലപ്രവൃത്തി 27:20 ആശ മുഴുവനും അറ്റുപോയി. രക്ഷപ്പെടുമെന്നുള്ള ആശ അറ്റുപോയി. ജീവിതത്തിൽ ആശ മുഴുവൻ അറ്റിരിക്കുന്ന ഒരു സമയം, പ്രതീക്ഷ മുഴുവനും മങ്ങിപ്പോയ ഒരു സമയം. തിരുവെടുത്ത് വ്യക്തമാണ്, വല്ലാത്ത കാറ്റ് കപ്പലിന്മേൽ അടിക്കുന്ന സമയം. നമ്മൾ ശ്രദ്ധിക്കണം. തുടങ്ങിയത് മന്ദമായൊരു കാറ്റാ, പിന്നെ ഈശാനാമൂലൻ കാറ്റ്, പിന്നെ വല്ലാത്ത ഒരു കൊടുങ്കാറ്റ്. സൂര്യനെ കാണാനില്ല, ചന്ദ്രനെ കാണുന്നില്ല. സൂര്യൻ ഉദിച്ചിരുന്നെങ്കിൽ പറയാമായിരുന്നു പകലായിരുന്നെന്ന്, ചന്ദ്രൻ ഉദിച്ചിരുന്നെങ്കിൽ പറയാമായിരുന്നു രാത്രിയായിരുന്നു എന്ന്. പക്ഷേ പകലാണോ രാത്രിയാണോ എന്നറിയാൻ വയ്യാത്തൊരു സാഹചര്യത്തിന്റെ നടുവിലും കർത്താവിനെ രുചിച്ചറിഞ്ഞൊരു ഭക്തൻ പറയുകയാ, എന്റെ ദൈവം എന്നോട് പറഞ്ഞത് സംഭവിക്കും എന്ന് ഞാൻ എന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഒറ്റ നിമിഷം കൊണ്ട് വിശ്വസിച്ച് പറയാൻ നിനക്ക് പറ്റുന്നെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഈ രാവിലെ സമയം വിശ്വാസത്തോടെ ആ ദൂത് വിളിച്ചു പറയാൻ, വായ തുറന്ന് വിളിച്ചു പറയാൻ നിനക്ക് പറ്റുന്നെങ്കിൽ ഉറപ്പാണ് ദൈവപ്രവൃത്തി നടക്കാൻ പോകുകയാണ്. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് കേൾപ്പിക്കുന്നു. പ്രതികൂലത്തിന്റെ നടുവിൽ സ്തോത്രം ചെയ്യാൻ പറ്റാതെ, പ്രാർത്ഥിക്കാൻ പറ്റാതെ, വായ തുറന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റാതെ, വായടഞ്ഞു പോയ, മൗനമായി പോയ, ഒതുങ്ങിപ്പോയ ചിലരെ പരിശുദ്ധാത്മാവ് കാണിക്കുന്ന ഈ സെക്കൻഡില് ആ വിലക്കുകളെ പൊട്ടിച്ചോണ്ട് നീ ആത്മാവിൽ വിശ്വസിച്ചോണ്ട് പറയുക, അത് സംഭവിക്കാൻ പോകുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ചില മരണകരമായ അവസ്ഥകൾ വീടുകളിൽ നിന്ന് മാറാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവൻ ആമേൻ പറഞ്ഞു. ചില രോഗശക്തികൾ വീടുകളിൽ നിന്ന് വിട്ടുമാറാൻ പോകുകയാ. ആമേൻ. ജീവിച്ചിരുന്ന് തന്നെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുമെന്ന് വിശ്വാസത്തോടെ പറയാൻ നിനക്ക് പറ്റുന്നെങ്കിൽ അത് സംഭവിക്കും, അത് സംഭവിക്കും. വചനത്തിൽ ഇത് പറയുമ്പോ തന്നെ വചനത്തിന്റെ ശക്തി വെളിപ്പെടുന്നു. വചനം നിന്റെ വീട്ടിൽ, നിന്റെ കുടുംബത്തിനകത്തുള്ള വ്യക്തികളിൽ പരക്കാൻ പോകുകയാ, പ്രബലപ്പെടാൻ പോകുകയാ. വചനത്തിന്റെ ജീവൻ വ്യാപരിക്കാൻ പോകുകയാ. വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഈ സമയം കരമടിച്ച് അന്യഭാഷകളിൽ സ്തുതിച്ചോ. റബന ഘടകസ്മനാദി വൈശസ്മനാദി അന്തൽക്കമന.
അവർ സഞ്ചരിക്കുന്ന കപ്പൽ ആടി ഉലയുന്നു. അകത്തുള്ള സകല വസ്തുക്കളും പുറത്ത് കളഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോ ആ കപ്പലിൽ സഞ്ചരിക്കുന്ന ജനത്തിന്റെ ആശ മുഴുവൻ അറ്റുപോയിരിക്കുന്നു. പ്രതികൂലത്തിന്റെ നടുവിലും മുട്ടുമടക്കിയ ഭക്തൻ പറയുക, ആശയറ്റു എങ്കിലും എന്റെ അടുക്കൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരുക. പ്രതീക്ഷ അസ്തമിച്ച്, എന്നാൽ ഞാൻ മുട്ടുമടക്കിയപ്പോൾ എന്റെ അടുക്കൽ ദൈവത്തിന്റെ ദൂതുമായി ദൂതൻ ഇറങ്ങിയെങ്കിൽ വല്ലാത്ത കാറ്റ്, പ്രതികൂലത്തിന്റെ ഓളങ്ങൾ റബനഘടകസ് ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോഴും ഇന്ന് ഈ സമയത്ത് നിന്നെ പുറത്തെടുക്കാനുള്ള ദൂതുമായി ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങാൻ പോവുക. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വ്യക്തമായി കർത്താവ് പറയുക, വല്ലാത്ത കാറ്റുണ്ടെങ്കിലും ദൂതൻ ഇറങ്ങി വരാൻ അത് തടസ്സമല്ല. രാത്രിയാണോ പകലൊന്നും അറിയാതിരുന്നാലും അവിടെയൊക്കെ ദൂതൻ ഇറങ്ങാൻ തടസ്സങ്ങളല്ല. വിശ്വസിക്കുന്നവനാകടക വൈഡപ്രവചനഗച്ഛസ്മനാദി. എത്ര പ്രതികൂലം വന്നാലും ദൈവദൂതൻ ഇറങ്ങും. പ്രതികൂലം നിനക്ക്, പക്ഷെ ദൂതൻ ഇറങ്ങാൻ തടസ്സമല്ല, ദൂത് കൈമാറാൻ തടസ്സമല്ല. പ്രതികൂലത്തിൽ കിടക്കുന്ന, രോഗശക്തിക്കകത്ത് കിടക്കുന്ന, കടഭാരങ്ങളുടെ അകത്ത് കിടക്കുന്ന, കുടുംബ പ്രശ്നങ്ങളുടെ അകത്ത് കിടക്കുന്ന, കുഞ്ഞുങ്ങളെ ചൊല്ലിയുള്ള ചില വിഷയങ്ങളുടെ അകത്ത് കിടക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ പ്രതികൂലത്തിന്റെ നടുവിലേക്ക് നിന്നെ വിടുവിക്കുന്ന ദൂതുമായി ദൈവത്തിന്റെ ദൂതന്മാരെ ദൈവം അയച്ചു കഴിഞ്ഞു. വിശ്വസിക്കാമെങ്കിൽ ആമേൻ പറഞ്ഞു. ഇനി ഞാൻ പ്രതികൂലത്തിൽ കിടക്കത്തില്ല, നീ പുറത്തു വരാൻ പോകുകയാ. വിശ്വസിക്കാൻ പറ്റുന്നവർ ആമേൻ പറഞ്ഞേ. ആടി ഉലയുന്ന കപ്പലിൽ ദൂതൻ ഇറങ്ങുക. ഏത് സാഹചര്യത്തിലും ആശയറ്റ് എല്ലാം പരാജയപ്പെട്ടു എന്ന് പറയുന്ന നിന്റെ അടുക്കൽ നീ മുട്ടുമടക്കാൻ തയ്യാറായാൽ ദൈവത്തിന്റെ ദൂതുമായി ദൂതന്മാർ ഇറങ്ങാൻ ഇപ്പോൾ റെഡിയാ. എല്ലാവരും പ്രാണഭയത്തിലായിരിക്കുമ്പോഴും ദൂതൻ പറയുക, പൗലോസേ ധൈര്യമായിരിക്കുക. ഈ രാവിലെ എത്ര പേർക്ക് ധൈര്യമായിരിക്കാൻ കഴിയും? പ്രശ്നത്തിന്റെ നടുവിൽ ദൂതൻ ചിലരെ ധൈര്യപ്പെടുത്താൻ പോകുകയാ. റബനഘടകസ്മന. സാഹചര്യം മുഴുവനും പ്രതികൂലമാകട്ടെ, പ്രതീക്ഷ മുഴുവനും എതിരാകട്ടെ, ദൈവത്തിന് നിന്നോടൊരു ദൂത് പറയാനുണ്ട്. അതിങ്ങനെയാ, നീ ധൈര്യമായിരിക്കെ. നിന്നെ കൈസരുടെ മുമ്പിൽ എത്തിക്കും, റോമിലേക്ക് എത്തിക്കും, വാഗ്ദത്തങ്ങളിലേക്ക് എത്തിക്കും. നിന്നോട് പറഞ്ഞ ദൈവശബ്ദത്തിലേക്ക് നീ നിന്റെ തലമുറകളും എത്താൻ പോകുകയാണ്, കുടുംബമായി എത്താൻ പോകുകയാണ്. ഇത് പറയുമ്പോൾ തന്നെ ചില പ്രതികൂലങ്ങൾ നിശ്ചലമാകാൻ പോകുകയാ. ചില പ്രതികൂലത്തിന്റെ കാറ്റുകൾ നിശ്ചലമാകാൻ പോകുകയാ. ചിലരെ ദൈവാത്മാവ് ആ ബ്ലെസ്സിങ്ങിലേക്ക് കയറ്റാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ ശക്തിയോടെ ആമേൻ പറഞ്ഞേ. പൗലോസ് പറയുന്നത് കണ്ടോ, എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നതുമായ ദൈവത്തിന്റെ ദൂതൻ എന്റെ അടുക്കൽ വന്ന് എന്നോട് പറയുകയാ. കണ്ടോ, പൗലോസിനോട് ദൈവദൂതൻ പറയുക, നീ ഭയപ്പെടണ്ട, നീ കൈസരുടെ മുമ്പാകെ നിൽക്കേണ്ടി വരും. ഈ ദൂത് പൗലോസ് പറയുമ്പോ തന്നെ കപ്പൽ തകരുക, കപ്പൽ പൊട്ടുകയാ. ഒരു ഭയങ്കര ശബ്ദത്തോടുകൂടെ പൊട്ടി തകരുക. മുഴുവൻ പലകകളും പീസ് പീസായി കടലിൽ വീഴുക. ദൂത് റോമിൽ കൊണ്ടുപോയി നിർത്തുമെന്ന സേവിച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതൻ ദൂതുമായി വരിക. എവിടെ? റോമിലെത്തിക്കുമെന്ന്. പക്ഷേ ദൂതിന് ആമേൻ പറയുന്നതിന് മുമ്പ്, ആ ദൂത് കേട്ട ജനം ആത്മാവിലാകും മുമ്പേ സഞ്ചരിച്ച കപ്പൽ പരാജയപ്പെട്ട് താഴെ പോയി, ഇടിഞ്ഞുപോയി, തകർന്നുപോയി. 276 പേര് കടലിൽ ചിതറി വീഴുക. 14 ദിവസം കടൽ വെള്ളത്തിൽ കഴിയേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ദൂതുമായി യാതൊരു ബന്ധമില്ലാത്ത നിമിഷങ്ങൾ.
നീ കേട്ട ദൂതുമായി യാതൊരു ബന്ധമില്ലാത്ത സിറ്റുവേഷൻ നിനക്കുണ്ടാകാം. പൗലോസ് അല്ലാതെ ദൂത് കേട്ട എല്ലാവരും കടലിൽ കിടന്ന് പൗലോസിന്റെ നേരെ വിരൽ ചൂണ്ടിക്കാണുങ്ങല്ലേ. പൗലോസിനെ കപ്പലിലുള്ളവർ ചോദിച്ചു കാണും പൗലോസിനോട്, ദൈവമല്ലേ പറഞ്ഞത് റോമിലെത്തിക്കും, കൈസർ മുമ്പിൽ നിർത്തുമെന്ന്? ഇപ്പോൾ ദാ വെള്ളത്തിൽ വീണ് കിടക്കുക. നിന്റെ ദൈവം പറഞ്ഞ ദൂതല്ലേ അവിടെ കൊണ്ട് എത്തിക്കുമെന്ന്? ഇപ്പോൾ സാഹചര്യം മൊത്തം മാറിയില്ലേ? ചോദ്യങ്ങൾ ഉണ്ടാകാം. എന്നിട്ടും പൗലോസിന് ഉറപ്പാ, എന്റെ ദൈവം പറഞ്ഞ് സംഭവിക്കും. ഈ ദൂത് ഏറ്റെടുക്കുന്നതോടെ ഞാൻ പറയാം, ഏത് സാഹചര്യം പ്രതികൂലമായാലും വ്യക്തികളെതിരായാലും നീ വിശ്വസിച്ചേറ്റു പറഞ്ഞ് എന്താണോ അത് സംഭവിക്കാൻ പോകുകയാണ്. ഒറ്റ നിമിഷം കൊണ്ട് സിറ്റുവേഷൻ ചേഞ്ച് ആകാൻ പോകുകയാണ്. ദൂതുമായി ബന്ധമില്ലാത്ത സാഹചര്യം വെളിപ്പെട്ടാലും ഇന്ന് രാത്രി നിരാശപ്പെടണ്ട, വിശ്വസിച്ചേറ്റു പറഞ്ഞോ. ഇന്ന് രാത്രി അത്ഭുതം ചെയ്യാൻ പോകുകയാ ദൈവം നിന്റെ കുടുംബത്തിനകത്ത്. ഘടകം റമന ഘടകൽ കമന ഈ ബാരകച്ചസ്മനാദിയന്തര. പക്ഷെ ദൈവം പൗലോസോട് പറഞ്ഞ കപ്പൽ തകരും, പക്ഷേ ദൂതു മാറത്തില്ല, ദൂതു മാറത്തില്ല. ഏത് സാഹചര്യങ്ങൾ വന്നാൽ ദൂതു മാറത്തില്ല. യേശുവിന്റെ നാമത്തിൽ എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറുണ്ട്? കപ്പൽ തകർന്നാലും ദൂതു മാറത്തില്ല. മുന്നോട്ടുള്ള സ്റ്റെപ്പുകൾ തകിടം മറയാം, എന്നാലും ദൂതു മാറത്തില്ല. ദൈവം പറഞ്ഞ ആലോചന മാറപ്പില്ല. റബന ഘടകസ്മനാദി കൂടെ പോയ 275 പേരും വിശ്വസിച്ചില്ല. എങ്കിലും ദൂത് കേട്ട പൗലോസ് പറയുകയാണ്, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ ദൈവം പറഞ്ഞത് സംഭവിക്കും. പ്രിയപ്പെട്ട ദൈവദാസ, നിന്റെ സഭയോട് പറഞ്ഞ് സംഭവിക്കാൻ പോകുകയാണ്. ആമേ. സഹോദരങ്ങളെ, നിന്നോട് പറഞ്ഞ ദൂത് ആമേ സംഭവിക്കാൻ പോകുകയാണ്. കർത്താവിന്റെ വേലയ്ക്ക് സമർപ്പിക്കപ്പെട്ട സഹോദരി, നിന്നോട് പറഞ്ഞ് സംഭവിക്കാൻ പോയ സമയം കരം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചോ. ഏത് സാഹചര്യം പ്രതികൂലമായാലും ദൈവം നിന്നോട് പറഞ്ഞ ദൂത് സംഭവിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥനയിലായിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേ. അവർ വിശ്വസിച്ചത് പലതും നടന്നില്ലെന്ന് പറഞ്ഞ്, അവർ കേട്ട ദൂത് പലതും നടന്നില്ലെന്ന് പറഞ്ഞ് നിരാശയോടെ കഴിയുന്ന ചില കുടുംബങ്ങൾ ഇപ്പോൾ സടകൂടെ എഴുന്നേൽക്കാൻ പോകുക. ദൂത് നിറവേറാൻ പോകുക. പിതാവ് യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിന് വേണ്ടി ആത്മാവിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ കർത്താവെ. അവരെ കേൾപ്പിച്ച ദൂതുകൾ സംഭവിക്കട്ടെ. വലിയ മാറ്റങ്ങൾ കർത്താവ് അവിടെ ചെയ്യുന്നതിനാൽ നന്ദി. ഞങ്ങൾ യേശുവിൻ നാമം ചൊല്ലി ജനത്തെ ബ്ലസ് ചെയ്യുന്നു. അത്ഭുതമാക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. നിങ്ങൾ വിശ്വസിക്കുക, ദൈവം നിങ്ങളോട് പറഞ്ഞ ദൂത് ഏത് സാഹചര്യങ്ങളെതിരായാലും അത് വിശ്വസിച്ചതായി പറഞ്ഞെങ്കിൽ ഉറപ്പാ അത് തന്നെ സംഭവിക്കും, മാറിപ്പോകത്തില്ല. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇതിനകത്ത് ഫോൺ നമ്പറുകളുണ്ട്. ICGI അപ്പോസ്തലിക് മിനിസ്ട്രി എന്ന ഒരു ദൈവിക കൂട്ടായ്മയിൽ ദൈവവചനത്തിന്റെ വെളിപ്പാടിലും കൃപാവരങ്ങളാലും അഭിഷിക്തരായ ദൈവം കണ്ടവരെ ശുശ്രൂഷകൾക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു മിനിസ്ട്രി. ബുധനാഴ്ച രാവിലെയും 10 മണിക്ക്, ഞായറാഴ്ച 10 മണിക്കുമായി കുറുപ്പമ്പടിയിലുള്ള മൂലൻ സൂപ്പർ മാർക്കറ്റിന്റെ മുകളിലത്തെ നിലയിൽ നടക്കുന്നു. ഡെലിവറൻസ് മിനിസ്ട്രി നടക്കുന്നു. നിങ്ങൾ കടന്നു വരിക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അത്ഭുതങ്ങൾക്കായി നമുക്ക് ഒന്നിക്കാം. ഗോഡ് ബ്ലസ് യു. ആമേൻ.